ഭഗവതി സേവയ്ക്ക് സാധാരണയായി നമ്മൾ ദുർഗാദേവിയാണ് ആവാഹിച്ച് പൂജിച്ച് സംപ്രദയാക്കാൻ ശ്രമിക്കാറ്. രാവിലെ ഗണപതി ഹോമം കഴിയും, രാവിലെ തന്നെ മൃത്യുഞ്ജയ ഹോമം കഴിയും. മൃത്യുഞ്ജയ ഹോമം ഒരു കാരണവശാലും വൈകുന്നേരം ചെയ്യാൻ പാടില്ല. മൃത്യുഞ്ജയ മന്ത്രം വൈകുന്നേരം ജപിക്കാൻ പാടില്ല. എന്തുമാത്രമല്ല, മൃത്യുഞ്ജയ മന്ത്രം എത്രയും രാവിലെ നേരത്തെ ജപിക്കാവോ അത്രയും നേരത്തെ ജപിക്കുക. താമസിക്കുന്നതോറും അതിൻ്റെ ഫലത്തിന് കാഠിന്യം കുറയും, ദോഷത്തിന് കാഠിന്യം കൂടുകയും ചെയ്യും. അങ്ങനെയാണ് ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത. എത്രയും രാവിലെ നേരത്തെ ശുദ്ധമായിട്ട് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളൊന്നും കഴിക്കാതെ വേണം ഈ മന്ത്രം ജപിക്കാൻ എന്നാണ് ആചാര്യം പറയുന്നത്. അതിനുശേഷം വൈകുന്നേരം ഭഗവതി സേവ. ഭഗവതി സേവ വൈകുന്നേരമായിട്ട് ചെയ്യുന്നുണ്ട്, ത്രികാല പൂജയായിട്ടും ചെയ്യുന്നുണ്ട്. രാവിലത്തെ പൂജ, ഉച്ചത്തേക്ക് പൂജ, അത്താഴപൂജ, ഇങ്ങനെയാണ് ത്രികാല ദേവി പൂജയായിട്ട് ചെയ്യുക. ത്രികാല ദേവി മുമ്പ് പറഞ്ഞ 2 ഹോമത്തിൻ്റെയും ലളിതവും വിപുലവും എന്ന് പറഞ്ഞതുപോലെ 2 ഭാഗമാണ് ത്രികാല ദേവി പൂജയും സാധാരണ ഭഗവതി സേവയും. ത്രികാല ദേവി പൂജയാകുമ്പോൾ രാവിലെ നേരം പുലർച്ചെ തന്നെ തുടങ്ങണം. ആ ത്രികാല ദേവി പൂജയിൽ ആദ്യത്തെ പൂജയിൽ ദുർഗയെ ആവാഹിച്ച് പൂജിച്ച് വെള്ളനിവേദ്യം നിവേദിച്ച് പൂജ ചെയ്ത് ആ പൂജയുടെ പ്രസന്ന പൂജാഘട്ടത്തിൽ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി വളരെ പ്രധാനമാണ് ദുർഗാദേവിക്ക്. അത് ഒരു 7 മണിക്ക് മുമ്പ് മാക്സിമം ഈ പുഷ്പാഞ്ജലി കഴിയണം. അത് കഴിഞ്ഞാൽ ഈ മന്ത്രം ജപിക്കാൻ പാടില്ല. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. ആ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് ദുർഗാദേവിക്ക് 12,000 പുഷ്പാഞ്ജലി ചെയ്താൽ ഏറ്റവും മഹത്വമായി. അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങൾ താഴോട്ട് എത്ര വേണമല്ലോ ആകാം. 108, 336 ആ രീതിയിൽ മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. അത്രയും ജപിക്കുക, ആ മന്ത്രം കൊണ്ട് ജപിക്കുക, പുഷ്പാഞ്ജലി ജപിക്കുക. അതിനുശേഷം പിന്നീട് ഉച്ചപൂജയ്ക്ക് ദുർഗാ സപ്തശതി മന്ത്രം കൊണ്ട് അർച്ചന, ആദ്യത്തെ പൂജയ്ക്ക് ത്രിശതി മന്ത്രം കൊണ്ട് അർച്ചന, സൂക്തങ്ങൾ കൊണ്ട് അർച്ചന, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം, ആയസൂക്തം, സംവാദ സൂക്തം തുടങ്ങിയ സൂക്തമന്ത്രങ്ങൾ കൊണ്ട്, വേദമന്ത്രങ്ങൾ കൊണ്ടൊക്കെ ആദ്യത്തെ പൂജയ്ക്ക് അർച്ചന ചെയ്യാം. ഉച്ചപൂജയ്ക്ക് പാൽപ്പായസവും വെള്ളനൈവേദ്യവും വെച്ച് നിവേദിച്ച് പൂജ കഴിച്ച് ദുർഗാ സപ്തശതി കൊണ്ട് അർച്ചന പാരായണം ചെയ്ത് അർച്ചന ചെയ്യുക. ശേഷം വൈകുന്നേരം അത്താഴപൂജ സന്ധ്യയോടുകൂടി അത്താഴപൂജ ആരംഭിക്കുക. വെള്ളനിവേദ്യം, പാൽപ്പായസം, നല്ല കടുംപായസം അല്ലെങ്കിൽ അരവണ ഇത്യാദി നിവേദ്യങ്ങൾ കൊണ്ട് പൂജ കഴിച്ച് പ്രസന്ന പൂജയ്ക്ക് ത്രിമധുരവോ ഉണ്ണിയപ്പോ അടയോ അല്ലെങ്കിൽ കരിക്ക് വെറ്റൽ ബാക്കി ഇത്യാദികൾക്ക് പ്രസന്ന പൂജ നിവേദിച്ച് പൂജിച്ചതിന് ശേഷം ദേവിയുടെ ഇഷ്ടസ്തോത്രങ്ങളായ പ്രധാനപ്പെട്ടവയായ ലളിതാ സഹസ്രനാമം, മന്ത്രമാതൃക പുഷ്പാഞ്ജലി, രാജരാജേശ്വരി ചൂർണിക, ശ്യാമളാദണ്ഡകം തുടങ്ങിയ വിശേഷമായ മന്ത്രങ്ങൾ കൊണ്ടും സ്തോത്രങ്ങൾ കൊണ്ടും ദേവിയെ അർച്ചന ചെയ്ത് പ്രസാദിപ്പിച്ച് ദീപാരാധന ചെയ്ത് ഉദ്ദേശിക്കുക. ഇത്രയും ഈ 3 കാര്യങ്ങൾ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടിയോ ഒരു തറവാട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഇല്ലത്ത് ചെയ്താൽ അവിടെ ആ ആരൂഢത്തിന് ദൈവാധീനം നിറഞ്ഞു നിൽക്കും. ആരൂഢത്തിന് ദൈവാധീനം ഉണ്ടാവണമെങ്കിൽ ഗൃഹത്തിൽ ആ ആരൂഢത്തിൽ തന്നെ ഇതെല്ലാം ചെയ്യണം, ഈ പൂജാതി കാര്യങ്ങൾ. എങ്കിൽ മാത്രമേ ആരൂഢത്തിന് ദൈവാധീനം ഉണ്ടാവൂ. ആരൂഢത്തിന് ദൈവാധീനം ഉണ്ടാകുമ്പോൾ അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് ദൈവാധീനം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ വ്യക്തികൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. കൂടാതെ രോഗദുരിതങ്ങളെല്ലാം മാറും, വ്യാധികളെല്ലാം മാറും, ആധികളെല്ലാം മാറും, എല്ലാ സമ്പത്തും സമൃദ്ധമായിട്ട് വരും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടാനുള്ള സാധ്യത കൂടുതൽ തെളിയും. വിദ്യാർത്ഥിനികൾക്ക് പഠിത്തത്തിലുള്ള ശേഷി വർദ്ധിക്കും, ഓർമ്മശക്തി വർദ്ധിക്കും, ബുദ്ധിശക്തി വർദ്ധിക്കും. കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾ മാറും. ജീവിതം ഒട്ടുമിക്ക കുടുംബങ്ങളിൽ ഇത് അനുവർത്തിക്കുകയാണെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും സന്തുഷ്ടമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മിനിമം ഈ 3 പൂജകൾ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ മാസത്തിലൊന്നോ വർഷത്തിലൊന്നോ ഒരു വീട്ടിൽ ഭംഗിയായി ചെയ്താൽ വളരെ നന്നായിരിക്കും.